വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് നേരെ SFI പ്രവർത്തകരുടെ ആക്രമണം. പേരാമ്പ്ര CKG കോളേജിൽ പ്രചരണത്തിനെത്തിയ കെ മുരളീധരനെ SFI പ്രവർത്തകർ തടയുകയായിരുന്നു. ഒന്നാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി പേരാമ്പ്രയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയായിരുന്നു മുരളീധരൻ. പേരാമ്പ്ര മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിച്ച ശേഷം 3 മണിയോടെ പേരാമ്പ്ര മേഴ്സി കോളേജിൽ വിദ്യാർത്ഥികളെ കണ്ട ശേഷം സമീപത്തുള്ള സർക്കാർ കോളേജിൽ എത്തിയതായിരുന്നു. അപ്പോഴാണ് SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം വടകരയിൽ UDF നടത്തിയ കൺവെൻഷൻ വലിയ വിജയമായിരുന്നു. RMP അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ വലിയ ജനസ്വീകാര്യതയാണ് അവിടെ കെ മുരളീധരന് ലഭിച്ചത്. ഇതിന്റെ ഒരു അമർഷമാണ് SFI അവിടെ തീർത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. കോളേജിന്റെ മുറ്റത്ത് വിദ്യാർത്ഥികൾക്ക് സെൽഫി എടുക്കാൻ അവസരം നൽകിയതിനു ശേഷം UDF പ്രവർത്തകർക്കും KSU നേതാക്കൾക്കുമൊപ്പം കോളേജിലേക്ക് പ്രവേശിക്കുന്നതിനിടെ SFI പ്രവർത്തകർ ഗേറ്റ് അടയ്ക്കുകയും അകത്ത് കടന്ന മുദ്രാവാക്യം വിളിക്കുകയുമായിരുന്നു. കൂടെയുള്ളവർ ഗേറ്റ് തുറന്ന് മുരളീധരനെ കോളേജിന്റെ ഇടനാഴിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും SFI പ്രവർത്തകർ ഗോവണിയിൽ തടസ്സമായി നിന്ന് PJ രാജൻ അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഇതോടെ KSU പ്രവർത്തകരും മുദ്രാവാക്യം വിളി തുടങ്ങി. പിന്നീടാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷൻ വലിയ വിജയമായിരുന്നു. അതിനുശേഷം കെ മുരളീധരൻ TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ സന്ദർശിക്കുകയായിരുന്നു. UDFന്റെ വിജയത്തിനായി പരസ്യ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് KK രമയും അറിയിച്ചിരുന്നു. UDFനൊപ്പം പരസ്യ പ്രചരണത്തിനില്ലെന്നായിരുന്നു ആദ്യം KK രമ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ നിലപാട് RMP മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായി. മുരളീധരന്റെ വിജയത്തിനായി തുടക്കം മുതൽ ഒടുക്കം വരെ ഒപ്പമുണ്ടാകുമെന്നും RMP ഉറപ്പ് നൽകുകയും ചെയ്തു. എതിർവശത്തെ ചെറുതല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരന് SFIയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു സംഭവം നേരിടേണ്ടി വന്നത്. മണ്ഡലത്തിൽ ലീഗും സജീവമായതോടെ കോലീബി ആരോപണത്തിന് പ്രാധാന്യം നൽകി സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക പ്രചരണമാണ് എതിരാളികൾ നടത്തുന്നത്. തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വടകര മണ്ഡലത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരുന്നു. ഇത് ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിലെല്ലാം വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. PJ രാജനെതിരെ വിധി എഴുതാൻ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് പുറമെ മണ്ഡലത്തിലെ മറ്റു കൊലപാതകങ്ങളും സജീവ ചർച്ചയാക്കാനാണ് RMP നേതാക്കൾ തീരുമാനമെടുത്തിരിക്കുന്നത്. PJ രാജൻ പ്രതിയായിട്ടുള്ള കതിരൂർ മനോജ് വധം അടക്കം ഉൾപ്പെടുന്ന മണ്ഡലമാണ് വടകര. ജയരാജൻ അനുകൂലമായി വോട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ പോലും RMPയിൽ ഇല്ല എന്നും N വേണു പറഞ്ഞിരുന്നു. ജയരാജന്റെ പരാജയമാണ് അന്തിമ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മണ്ഡലത്തിൽ ഏകദേശം 50,000-ഓളം വോട്ട് തങ്ങൾക്കുണ്ടെന്നും അത് പൂർണ്ണമായി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്തായാലും UDFന്റെ കൺവെൻഷൻ ഇടത് കേന്ദ്രങ്ങളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു അമർഷം കൂടിയാണ് മുരളീധരൻ നേരെ നടന്ന ആക്രമണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.